പൊടിയെന്ന് പറഞ്ഞാൽ നമ്മൾ പേടിയെന്ന് രാത്രി ഇപ്പോൾ ഒരു ഇലക്ട്രിക് മോട്ടറും കൂടെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തൊഴിലാളികളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഈ റെയിൽവേ ട്രാക്ക് മൂലം തന്നെ ചെയ്തു വരുന്നതാണ്. മനോഹരമാണ് ഇവിടെ കാണാൻ. 1950 ആ സസ്പെൻഷൻ അതിൻ്റെ മാരുതി SSE മനോഹരമായ നെൽപ്പാടങ്ങളും നമ്മളൊരു ഡെസ്റ്റിനേഷൻ യാത്രയ്ക്ക് പോകാൻ സെലക്ട് ചെയ്യുമ്പോൾ അതിനൊരു വൈബ് ഉണ്ടാകണം. അങ്ങനെ ഒരു വൈബുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പാലക്കാട് ഗ്രാമ ഭംഗി ആസ്വദിക്കാനാണ് ഇന്ന് പോകുന്നത്. പാലക്കാട് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അവിടുത്തെ സംസ്കാരങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. ഇന്ന് അങ്ങനെ ഒരു യാത്രയാണ്. യാത്രയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വാഹനം ടൊയോട്ട ഹൈറൈഡറാണ്. ഇതൊരു ഹൈബ്രിഡ് വാഹനമാണ്. ഇത് പെട്രോളോ ഡീസലോ ഇലക്ട്രിക്കോ അല്ല. ഇത് കോമ്പിനേഷൻ ഓഫ് പെട്രോൾ ആൻഡ് ഇലക്ട്രിക് വാഹനമാണ്. സെൽഫ് ചാർജിങ് വെഹിക്കിളാണ്. ഇതൊരു കാറിൻ്റെ റിവ്യൂ അല്ല. നമ്മൾ പാലക്കാടൻ ഭംഗി ആസ്വദിക്കുകയും ഈ വാഹനം ഒരു മലയാളി എന്നുള്ള നിലയിൽ എത്രത്തോളം സൂട്ടബിൾ ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. കേരളത്തിൻ്റെ സൗന്ദര്യം ശരിക്കും ഒപ്പിയെടുത്തിരുന്നത് പാലക്കാടൻ ഗ്രാമങ്ങളിലൂടെയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് നോക്കിയാൽ പാലക്കാടിൻ്റെ ആ ഒരു പ്രാധാന്യം വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഇപ്പോഴും ആ പഴയ ആ ഒരു ഭംഗിയുണ്ടോ എന്നൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെയാണ് പോകുന്നത്. നമ്മൾ യാത്ര തുടങ്ങുന്നത് പിറവം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. എറണാകുളം ജില്ലയിലെ പിറവത്തുനിന്ന് നേരെ മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂർ, കാലടി, അങ്കമാലിയിൽ നിന്ന് പിന്നെ നാഷണൽ ഹൈവേ എടുത്ത് തൃശ്ശൂർ മണ്ണുത്തിയിലെത്തിയിട്ട് അവിടെ നിന്ന് ഡീവിയേറ്റ് ചെയ്താണ് പോകാനുള്ള ഉദ്ദേശം. ഇപ്പം നമ്മൾ പെരുമ്പാവൂരാണ് എത്തിയിരിക്കുന്നത്. പെരുമ്പാവൂരിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം ഈ വിഷ്വൽസിലൂടെ കാണാൻ പറ്റും. ഒരുപാട് അന്യസംസ്ഥാന തൊഴിലാളികൾ ഉള്ള ഒരു സ്ഥലമാണ്. അതായത് ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ട് ഒരു 15 വർഷത്തിന് മുകളിലായിട്ടുണ്ടാവില്ല. പക്ഷേ അതിനും കാലങ്ങൾക്ക് മുമ്പ് പെരുമ്പാവൂർ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പെരുമ്പാവൂർ നിരവധി പ്ലൈവുഡ് ഫാക്ടറീസ് ഉണ്ട്. ഇതിലെ തൊഴിലാളികളെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു. അതും എസ്പെഷ്യലി ബംഗാളികളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ അങ്കമാലി എത്തി. അങ്കമാലിയിൽ നിന്ന് ഹൈവേയിലേക്ക് കടന്നു. ബംഗാളി തൊഴിലാളികളുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഒരു വെസ്റ്റ് ബംഗാൾ രജിസ്ട്രേഷൻ സൂപ്പർ കാർ നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ഇതിനൊരു 1500cc എൻജിനാണ് വരുന്നത്, 3 സിലിണ്ടർ. പക്ഷേ ഇതിനൊരു ഇലക്ട്രിക് മോട്ടറും കൂടെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഒരു പവർ ഡ്രോപ്പോ ടോർക്കിലൊരു കുറവോ അങ്ങനെയൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇതിൻ്റെ ടോർക്ക് 122 Nm അറ്റ് 4400 to 4800 RPM ആണ്. ഇതിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 91 bhp ആണ്. ഓപ്റ്റിമമായിട്ട് കിട്ടുന്നത് 5500 RPMലാണ്. ഇത് നമ്മളൊരു ഓപ്റ്റിമമായിട്ട് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ പല സന്ദർഭങ്ങളിലും എൻജിൻ തന്നെ ഓൺ ആകേണ്ട ആവശ്യം വരുന്നില്ല. ഇലക്ട്രിക് മോട്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അത് നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുമുണ്ട്. അതൊരു അംബാസഡർ ഗ്രാൻഡ് ആണല്ലോ. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു കാറാണ്. ഇസുസു എൻജിനാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹൈവേ കൂടെ മറ്റുള്ള വാഹനങ്ങൾക്കൊപ്പം തന്നെ അത് പോകുന്നുണ്ട്. തൃശ്ശൂരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബാസഡർ കാറുകൾ ഒരുപാട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇതിൻ്റെ മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റഗ്രേറ്റഡ് 2-in ഓഡിയോ സിസ്റ്റമാണ് വരുന്നത്. ഇതിൻ്റെ സൈസ് 9 ഇഞ്ചാണ്. ഇത് നമുക്ക് മൊബൈൽ മിറർ ചെയ്യാൻ പറ്റും. അപ്പം GPS മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്ക്രീനിലൂടെ കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഹെഡ് അപ്പ് ഡിസ്പ്ലേയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ള ഇൻഫർമേഷൻ എല്ലാം നമുക്ക് സ്ട്രെയിറ്റ് ഒരു ആംഗിളിൽ തന്നെ കാണാം.
പക്ഷേ എന്നിരുന്നാൽ കൂടെയും ചില സമയത്ത് നമുക്ക് ഈ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നാം. ഉത്രാളിക്കാവ് നമ്മൾ പല സിനിമകളിലൂടെയും കണ്ടിട്ടുള്ളതാണ്. ഉത്രാളിക്കാവും അതോട് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളെല്ലാം 80, 90, 2000-ൻ്റെ തുടക്കത്തിലുള്ള സിനിമകളിലൊക്കെ ഒരു പ്രധാന ലൊക്കേഷനായിരുന്നു. ഭരതൻ, സത്യനന്ദിക്കാട് മുതലായവരുടെയൊക്കെ ഒരു പ്രിഫേർഡ് ഷൂട്ടിംഗ് ലൊക്കേഷനായിരുന്നു ഉത്രാളിക്കാവും അതോട് അനുബന്ധിച്ചുള്ള സ്ഥലവും. ഉത്രാളിക്കാവ് ക്ഷേത്രത്തെ പറ്റി പറഞ്ഞാൽ രുതിര മഹാകാളി ക്ഷേത്രമാണ്. ഇതൊരു കാളി ക്ഷേത്രമാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറഞ്ഞാൽ ഉത്രാളിക്കാവ് പൂരമാണ്. അതിന് മച്ചാട് മാമാങ്കം എന്നും പറയും. ഈ ഉത്രാളിക്കാവ് പൂരത്തെ പറ്റി പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ജനസാന്ദ്രത നോക്കിയാൽ തൃശ്ശൂർ പൂരത്തേക്കാൾ കൂടുതൽ ആൾ വരുന്നെന്ന് പറയാം. ആളിൻ്റെ എണ്ണമല്ല, ആ സാന്ദ്രത നോക്കിക്കഴിഞ്ഞാൽ. ഈ ഉത്രാളിക്കാവിൻ്റെ ഈ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പുറകിൽ കൂടെ ഈ റെയിൽവേ ട്രാക്ക് പോകുന്നത് അതിമനോഹരമാണ്. ഈ റെയിൽവേ ട്രാക്ക് മൂലം തന്നെ ഇതിനൊരു നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റും കൂടെ ഉണ്ട്. പ്രത്യേകിച്ച് ഉത്രാളിക്കാവ് പൂരവും വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് പല പ്രാവശ്യം ട്രെയിൻ തട്ടി ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ട്. എന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെടിക്കെട്ട് നടക്കുമ്പോൾ ഒന്നും ശബ്ദം കേൾക്കാൻ പറ്റില്ല. അപ്പം ട്രാക്കിലിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ട്രാക്കിൻ്റെ അവിടെ നിന്നുകൊണ്ട് ആളുകൾ ഈ വെടിക്കെട്ട് കാണാനായിട്ട് അവിടെ നിലയുറപ്പിക്കുമായിരുന്നു. അങ്ങനെ അനശ്വര സംവിധായകൻ ഭരതൻ്റെ നാടാണ് ഉത്രാളിക്കാവിനോട് ചേർന്നുള്ള സ്ഥലമാണ്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിയിൽ ഒരംഗമായിരുന്നു ഭരതൻ. വളരെ പോപ്പുലർ ആകുന്നതിന് മുമ്പ് അദ്ദേഹം എന്നും സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയായിരുന്നു ഉത്രാളിക്കാവ്. ഇതിൻ്റെ സീറ്റിങ്ങിനെ പറ്റി പറഞ്ഞാൽ നല്ല വിസിബിലിറ്റിയാണ് ഈ വാഹനം പ്രദാനം ചെയ്യുന്നത്. അതേപോലെ തന്നെ നല്ല തൈ സപ്പോർട്ടും ഉണ്ട്. നമുക്ക് യാതൊരുവിധ ക്ഷീണവും എത്ര കിലോമീറ്റർ ഓടിച്ചാലും തോന്നുന്നില്ല ഈ ഒരു സീറ്റിംഗ് പൊസിഷൻ കൊണ്ട്. ഹവർ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇതിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സും കൂടെ ആയിരുന്നെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരുന്നു. ഇത് ഹൈറൈഡറിൻ്റെ ടോപ്പ് ഓഫ് ദ റേഞ്ച് വാഹനമാണ്. ഇതിൽ വെൻറ്റിലേറ്റഡ് സീറ്റ്സ് ഒരു ഫീച്ചറാണ്. ഇത് നെയ്ത്ത് ഗ്രാമമായ കുത്താമ്പള്ളിയിലേക്കുള്ള റോഡാണ്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലും ധാരാളമായി നെയ്ത്ത് വസ്ത്രങ്ങൾ ലഭിക്കുന്ന കടകൾ നമുക്ക് കാണാം. ഈ കടകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കടകളല്ല, 2 നിലയും 3 നിലയുമുള്ള കടകളാണ്. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇത് വളരെയധികം പ്രചാരത്തിൽ വന്നത്. ഇത് നെയ്ത്ത് ഗ്രാമമാണെങ്കിലും ഇപ്പം ഹാൻഡ്ലൂം, അതായത് കൈത്തറി നടക്കുന്ന കുടുംബങ്ങൾ വളരെ ചുരുങ്ങിയിരിക്കുന്നു. അതിന് കാരണം ആ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് നെയ്ത്ത് കുടുംബങ്ങൾ ഈ വ്യവസായത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ്. അപ്പം നമ്മളിവിടുന്ന് വാങ്ങിക്കുന്ന കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പലതും പവർലൂമാണ്, ഹാൻഡ്ലൂമല്ല. ഇത് കുത്താമ്പള്ളി ഗ്രാമത്തിൻ്റെ അവസാനത്തെ ഒരു അറ്റമാണ്. ഇത് ശ്രീ രാമലിംഗ സൗദേശ്വരി അമ്മൻ ക്ഷേത്രമാണ് നമ്മൾ കാണുന്നത്. ഭാരതപ്പുഴയോട് ചേർന്നാണ്. ഈ കൽപ്പടവ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഭാരതപ്പുഴയാണ്. അതിമനോഹരമാണ് ഇവിടെ കാണാനായിട്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുത്താമ്പള്ളി ഗ്രാമത്തിൽ ഒരു കൈത്തറി നെയ്യുന്ന വീട്ടിൽ തന്നെയാണ്. ഇതുപോലെ ഒരുപാട് വീടുകൾ ഈ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. ഇവരുടെ ഉപജീവന മാർഗം ഇത് തന്നെയാണ്. അതും വർഷങ്ങളായിട്ട് പല തലമുറകളായിട്ട് ഇതേ തൊഴിൽ തന്നെ ചെയ്തു വരുന്നതാണ്. നമുക്ക് ഇവരെങ്ങനെയാണ് ഇത് നെയ്യുന്നതെന്നും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. എനിക്ക് അച്ഛനായിട്ട് അറിയാം. അതിൻ്റെ അച്ഛനാ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഈ നാട്ടുകാർ തന്നെ, ഇവിടെ തന്നെ ജനിച്ചുള്ളത്. ഓർഡർ അനുസരിച്ചാണ്, സൊസൈറ്റിക്കാണ്. അതെ, നെയ്ത് കൊടുക്കണം. രാവിലെ അധികം കണക്കൊന്നുമില്ല. രാവിലെ 7 മണിക്ക് ഇറങ്ങിയ വൈകുന്നേരം 7 മണി വരെ നെയ്യ. ഇപ്പം എൻ്റെ പണി അങ്ങനെ. മുമ്പൊക്കെ രാത്രി 9 മണി വരെയൊക്കെ നെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ആവില്ല, വയസ്സായി, 70 വയസ്സായി. ഇപ്പം ആവണില്ല. ആയത് കൊണ്ട് അങ്ങനെ നെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കൈത്തറി ആകെ അതമ്പതിച്ചിരിക്കണം. എല്ലാം ഈ പവർലൂം വന്നിട്ട് ഓൺലൈൻ ബിസിനസ്സായിട്ട് കടകളിലൊക്കെ നല്ല കച്ചവടമുണ്ട്. കൈത്തറി ഇപ്പം നെയ്യാൻ ആളേ ഇല്ല. ഞങ്ങൾ ഈ വയസ്സായ ആൾക്കാരെ കുറച്ചുള്ളൂ. ആദ്യമൊക്കെ 700 തരി ഉണ്ടായിരുന്നതാണ് ഈ സൊസൈറ്റി തന്നെ. ഇപ്പം 10 തരി 15 തരിയേ ഉള്ളൂ.
അത്രേ ഉള്ളൂ. നെയ്യാൻ ആളില്ല, മൊത്തത്തിൽ ആളില്ല. ഈ തലമുറ പയ്യന്മാർ ആരും ഈ പണിക്ക് വരില്ല. അത് ബുദ്ധിമുട്ടുണ്ട്. അല്ല ഒരാൾ മാത്രം ചെയ്താൽ പോരാ. അത് വീട്ടിലുള്ളവർക്ക് മുഴുവൻ പണിയാണ്. ഈ കണ്ടിക്ക് ഇത് ചുറ്റി കൊടുക്കാൻ പെണ്ണുങ്ങൾ വേണം, ഈ താറ് വേണം. എല്ലാത്തിനും പെണ്ണുങ്ങൾ ചുറ്റി കൊടുക്കാൻ പാവ് റോളിൽ ചുറ്റാണ് 4-5 പേര്. ഇതൊക്കെ ആയി നെയ്താലും കൂലിയില്ല. ശരാശരി എന്ത് വരുമാനം കിട്ടും ഒരു ദിവസം? ശരിക്കും അങ്ങനെയൊന്നുമില്ല. ഈ കൊടുക്കുന്ന ഡബിളാണ് ഇപ്പം ഞാൻ നെയ്താ 500 രൂപ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് എല്ലാവരും കൂടി ചേർന്നിട്ടാണ്. എത്ര സമയം എടുക്കും? ഒരു ദിവസം ഒരു ഡബിൾ നെയ്യാം. രാവിലെ 7 മണി തുടങ്ങിയാൽ വൈകുന്നേരം വരെ ഒരു ഡബിൾ നെയ്യാം. 500 രൂപ 400 രൂപ കിട്ടുള്ളൂ. ഇത് കിട്ടിയിട്ട് അത് എല്ലാവരും കൂടിയിട്ട് പണിയെടുത്താലേ കിട്ടുള്ളൂ, ഒറ്റയ്ക്ക് കിട്ടില്ല. ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് ഇപ്പം. അതുകൊണ്ട് ആരും ഈ പണിക്ക് ഇപ്പം തലമുറ ആരും വരുന്നില്ല. പല പരമ്പരാഗത വ്യവസായം പോലെയും കൈത്തറി വ്യവസായവും ഇന്ന് പ്രതിസന്ധിയിലാണ്. നവമാധ്യമങ്ങളും പുതിയ പുതിയ രീതിയിലുള്ള ബിസിനസ്സുകളും വന്നപ്പോൾ ഈ പരമ്പരാഗത നെയ്ത്ത് ശൈലിക്ക് അവസാനം വരുന്ന ഒരു ഇതാണ് കാണുന്നത്. രാമചന്ദ്രൻ ചേട്ടൻ ഒരു ഉദാഹരണം മാത്രമാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ 10ഓളം ഹാൻഡ്ലൂം, അതായത് കൈകൊണ്ട് നെയ്യുന്ന സ്ഥാപനങ്ങളെ ഇപ്പം കുത്താമ്പള്ളിയിലുള്ളൂ. കുത്താമ്പള്ളി നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് ഹൈപ്പ് കേട്ടിട്ടുണ്ട്. അത് കൂടുതലും പവർലൂമാണ്. ഹാൻഡ്ലൂം വളരെ കുറവാണ്. എന്താ പറയുക, അതിനുള്ള ഒരു ശമ്പളമോ അതിനുള്ള ഒരു സാമ്പത്തിക ലാഭമോ ഇവർക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഈ ഒരു തൊഴിലല്ലാതെ മറ്റൊരു തൊഴിലും ഈ പഴയ തലമുറയിലുള്ള ആളുകൾക്ക് അറിയാനും പാടില്ല. അതുകൊണ്ട് ഇവരുടെ കാലം തീരുന്നത് വരെ ഈ ഒരു വ്യവസായം ഉണ്ടാവുള്ളൂ എന്നാണ് രാമചന്ദ്രൻ ചേട്ടൻ പറയുന്നത്. ഇതുപോലെയുള്ള വ്യവസായങ്ങൾ നിന്നു പോകാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് പറളിയിലേക്കാണ്. പറളിയിൽ കൃഷ്ണേട്ടനെ കാണാനാണ് പോകുന്നത്. കൃഷ്ണേട്ടൻ ഒരു 92 വയസ്സുള്ള ഒരു ഡ്രൈവറാണ്. അദ്ദേഹം 1 വർഷം മുമ്പ് വരെ ടാക്സി കാർ ഓടിച്ചിരുന്നതാണ്, അംബാസഡർ കാറ്. ഇപ്പോഴും അദ്ദേഹം ആ കാർ പ്രൈവറ്റായിട്ട് ഓടിക്കുന്നുണ്ട്. ഒപ്പം ഈ പറളിയിലേക്ക് പോകുന്ന വഴി ആണ് നമ്മൾ ഒടിയൻ്റെ കഥകൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. തേൻകുറിശി എന്ന് പറയുന്ന സ്ഥലം ഈ പോകുന്ന വഴി കുറേ പോയിട്ട് ഡീവിയേറ്റ് ചെയ്ത് പോകേണ്ടതാണ്. നമുക്ക് കൃഷ്ണേട്ടൻ്റെ അടുത്ത് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം. പക്ഷേ അതിനു മുമ്പ് ഭക്ഷണം കഴിക്കേണ്ട സമയമായി. ഏകദേശം തിരുവല്ലാമല ആണ് ഇനി ഇവിടെ നിന്ന് അടുത്ത് ഒരു ഹോട്ടലൊക്കെ ഉള്ള ഒരു സ്ഥലം. ഈ കാറ് ഇന്നത്തെ പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം ഒരു പഴയ കാറാണ്. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അംബാസഡർ കാറ് ഇറക്കുന്നതിന് മുൻപുള്ള ഒരു കാലഘട്ടം 1955 പാലക്കാട് പറളിയിലുള്ള കൃഷ്ണേട്ടൻ വളയം പിടിക്കാൻ തുടങ്ങിയ വർഷമാണ്. 1955 ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുക്കുന്നത്. ചേട്ടാ, പണ്ട് കാലത്ത് ഈ പാലക്കാട് ജില്ലയിൽ മാത്രമുള്ള ഒരു കൗതുകകരമായ കഥയാണ് ഒടിയൻ, അല്ലേ? അതിന് മോഹൻലാലിന്റെ ഒരു സിനിമ ഈ അടുത്ത കാലത്ത് വളരെ രസമുള്ള കഥയാണ്. അതിനെപ്പറ്റി ഞങ്ങളൊക്കെ അറിയുന്നത് ഈ സിനിമ വന്നതിന് ശേഷമാണ്. അല്ല, ഇത് പഴയ എന്റെ ചെറുപ്പകാലം മുതൽ ഒടിയൻ. അതെ, ചേട്ടനൊരു പഴയ തലമുറയിലുള്ള ആളാണ്. എന്റെ ചെറുപ്പത്തിലുള്ള തലമുറയിൽ ഇപ്പൊ നമ്മൾ കിടക്കുമ്പോ നമ്മൾ ഇപ്പൊ അയാൾ ഈ ഒടിയനായി അഭിനയിക്കുന്ന ആളുണ്ട്. അവര് നമ്മുടെ വീട്ടിലൊക്കെ വരും, കണ്ട പേടിയാവും. നല്ല അറുത്ത് നല്ല കണ്ണൊക്കെ പൊള്ളക്ക് അവര് വേറെ പണിക്കൊന്നും. പിന്നെ കണ്ണും മാടൊക്കെ ചത്ത അവര് കൊണ്ടുപോകും, അവര് തിന്നും. അന്ന് കാലത്ത് ചത്ത അവര് വന്ന് നോക്കിയാൽ ചിലപ്പോ ആ മൂരി നാളെ എണീക്കില്ല. അവര് ഈ ഒരു കൃത്രിമ പണിയാണ് ഈ മൂരിക്ക് എന്തെങ്കിലും ചെയ്യും. അതുപോലെ ആളെ തട്ടണം പറയുന്നത് എന്താ, രാത്രി ഇങ്ങനെ വരുമ്പോ നമ്മളിപ്പോൾ വഴിയിൽ നിന്ന് അവർ വരണം. ഇപ്പം എനിക്ക് എന്നെ ഒരാൾ വൈരാഗ്യമുള്ള ആൾ പറയും, ഇന്നാൾ ഈ വഴിയിൽ വരും, ഇനി അവനൊന്ന് പേടിപ്പേറ്റ ഈ പേടിയും കൊണ്ട് വീട്ടിൽ പോയാൽ അവന് പനി വന്നു. പിന്നെ ആ പനി മാറില്ല. ഒടിയൻ തൊട്ടു. അത് ഒടിയൻ തൊട്ടു പറഞ്ഞാൽ അവര് വന്ന് ഒന്ന് എവിടെയെങ്കിലും ഒന്ന് തൊട്ടാ ആളെ അറിയില്ലല്ലോ, ഇരുട്ടല്ലേ. സംഭ്രാന്തിൽ വിളക്ക് കൊണ്ടും പന്തം കൊണ്ടും നടക്കുന്ന കാലമുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾക്ക് ആരാണെന്നുള്ള വ്യക്തമായിട്ട് അറിയില്ല. അങ്ങനെ ഒരു ആയിട്ടാണ് അത്. ഈ അവര് ഈ കന്ന് മാട് വേഷത്തിലൊക്കെ നമുക്ക് തോന്നും, അങ്ങനെ വരും. അത് ഒടിയെന്ന് പറഞ്ഞാൽ നമ്മൾ പേടി തന്നെ. രാത്രി ഇപ്പോൾ
ഉറക്കത്തിലൊക്കെ നമ്മൾ പോയി എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പേടിയാണ്. ചെറുപ്പത്തിൽ എവിടെയും നമ്മൾ രാത്രി പോയാൽ പേടിച്ചപ്പെട്ടു. കുടിയനുള്ള ഇടവാണ് പറഞ്ഞാൽ പേടിച്ചപ്പെട്ടു. അപ്പം അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഞാൻ കാറ് കൊണ്ടൊക്കെ പോയിട്ട് കിടുകിടുന്ന് വിറച്ചിട്ടുണ്ട് ചെറു സമയത്ത്. ഞാൻ ഒരുപാട് ഈ പക്ഷികളുടെ നിലവിളി മാത്രമേ രാത്രി കേൾക്കുള്ളേ, അല്ലാതെ വീടും കൂടിയൊന്നും അടുത്തില്ല. പിന്നെ ഇലക്ട്രിക് കറണ്ട് ഇല്ല. പിന്നെ ഈ പന്തമാണ് ആളുകൾ രാത്രി നടക്കുമ്പോൾ പന്തമാണ് ഷൂട്ടായിട്ട് നടക്കുന്നത്. പിന്നെ ടോർച്ച് ലൈറ്റ് പറഞ്ഞ് വളരെ മിന്നാമിനി വളരെ പണ്ട് കാലത്ത് ഉള്ള അത് വലിയ കഴിവുള്ള വീട്ടിലേ ഈ ടോർച്ച് ലൈറ്റ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള വീട്ടിലൊന്നുമില്ല. പന്തം ഈര പനൻ്റെ പട്ട എടുത്തിട്ട് ഇങ്ങനെ കൊട്ടിയിട്ട് വീശി വീശി നടക്കുക. അങ്ങനെ ഒരു കാലമുണ്ട്. നമ്മളിനി ഇവിടുന്ന് പോകുന്നത് നെന്മാറയ്ക്കാണ്. നെന്മാറയ്ക്ക് പോകുന്ന വഴി കോട്ടായി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കോട്ടായിയാണ് പ്രശസ്ത സംഗീതജ്ഞനായ ചെമ്പൈയുടെ ജന്മനാട്. വേറൊരു പ്രത്യേകതയും കൂടെ ഉള്ളത്, ചെമ്പൈ സംഗീതോത്സവം ഗുരുവായൂർ നടക്കുമ്പോൾ കോട്ടായി അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ നിന്നുള്ള തമ്പുരുവാണ് അവിടെ മണ്ഡപത്തിൽ വയ്ക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ കോട്ടായി എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ നെന്മാറ ശരിക്കും ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നിറയെ നെൽപ്പാടങ്ങളാൽ സമ്പന്നമാണ് നെന്മാറ. പക്ഷെ നമ്മളിപ്പം നേരം ഒരുപാട് വൈകിയത് കാരണം അതിൻ്റെ വിഷ്വൽസ് ഒന്നും പ്രോപ്പറായിട്ട് എടുക്കാൻ സാധിക്കില്ല. നെന്മാറ വേല വളരെ പ്രസിദ്ധമാണ്. നെന്മാറ വെടിക്കെട്ടും മറ്റും അത് ഏപ്രിൽ മാസത്തിലാണ് നടക്കുന്നത്. നെന്മാറ വരാൻ വേറൊരു ഉദ്ദേശം കൂടെയുണ്ട്. എൻ്റെ സുഹൃത്തായ സുനിലിനെ കാണാനാണ്. സുനിലിൻ്റെ വീട്ടിൽ ഒന്ന് പോയി അദ്ദേഹത്തെയും കുടുംബത്തെയും കണ്ടിട്ട് നമ്മളിപ്പോൾ പാലക്കാട് പോവുകയാണ്. പാലക്കാടാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത്. പാലക്കാട് പോകുന്ന വഴിക്ക് കുറച്ച് വനമേഖലയും മറ്റും ഉണ്ട്. ഇത് കണ്ടില്ലേ, റോഡിൻ്റെ ഇരുവശങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വനമേഖലയാണ്. ഇവിടെ എഴുതി കാണിക്കുന്നത് പല്ലാവൂർ എന്നൊക്കെ കാണിക്കുന്നുണ്ട്. പല്ലാവൂരൊക്കെ ഒരു ഫോറസ്റ്റ് ഏരിയയുടെ ഒരു സൈഡിലായിട്ടുള്ള ഒരു ഗ്രാമമാണ്. 360 ഡിഗ്രി ക്യാമറ പലപ്പോഴും ഒരു ഫാൻസി ഫീച്ചറായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇന്നത്തെ ഒരു ട്രാഫിക്കിന് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. എസ്പെഷ്യലി നൈറ്റ് ഡ്രൈവിങ്ങിൽ ഈ 360 ഡിഗ്രി ക്യാമറ ജസ്റ്റ് റിവേഴ്സ് ചെയ്യുമ്പോൾ മാത്രമല്ല, നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ ഏത് വ്യൂ വേണമെങ്കിലും സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു നാരോ റോഡിൽ കൂടെ രാത്രി എല്ലാം പോകുമ്പം ഇത് ശരിക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഇന്ന് നമ്മുടെ യാത്ര പാലക്കാട് നിന്ന് കരിപ്പൂരേക്കാണ്. കരിപ്പൂർ എൻ്റെ സുഹൃത്തായ അരുണിൻ്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് ഈ യാത്ര. നമ്മളിപ്പോൾ കൽപ്പാത്തി തെരുവിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൽപ്പാത്തി രഥോത്സവം നടക്കുവാണ്. കൽപ്പാത്തിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പാത്തി രഥോത്സവം തന്നെയാണ്. കൽപ്പാത്തി ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രമാണ്. അതൊരു ശിവക്ഷേത്രമാണ്. ഇവിടെ ധാരാളം കടകളും മറ്റും വന്നിട്ടുണ്ട്. വളരെ മനോഹരമായ നെൽപ്പാടങ്ങളും അതോടൊപ്പം തന്നെ ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ വളരെ പഴയതാണ്. ഇരുനില കെട്ടിടമാണ്. ഇത് വെട്ടുകല്ല് കൊണ്ട് നിർമ്മിച്ച ഓട് മേഞ്ഞ കെട്ടിടങ്ങളാണ്. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. ആ പോകുന്നത് മാരുതി 800ൻ്റെ ഫസ്റ്റ് ജനറേഷനാണ്. അതായത് മാരുതി SS80 എന്ന് പറയുന്ന ആ ഒരു മോഡൽ. ഇത് ഒറിജിനലി ജാപ്പനീസ് വാഹനമാണ്. ഫസ്റ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ഈ ഒരു മോഡലാണ്. ഇതിനന്ന് മാരുതി എന്നായിരുന്നു വിളിച്ചിരുന്നത്. ഇതൊരു തിരുവനന്തപുരം രജിസ്ട്രേഷനാണെന്ന് കണ്ടിട്ട് തോന്നുന്നു. ഇത് നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന മലപ്പുറം ജില്ലയിലൂടെയാണ്. മലപ്പുറം ജില്ലയിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൊതുവേ ആളുകൾ വാഹനങ്ങളോട് ഒരു കമ്പം കൂടുതലാണ്. അവർ നല്ല രീതിയിൽ വാഹനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുകയും ഇതുപോലെയുള്ള ക്ലാസിക് വാഹനങ്ങൾ നല്ല ടേസ്റ്റ്ഫുള്ളി റീസ്റ്റോർ ചെയ്യുകയും ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യുന്നതായിട്ട് അറിയാം.
ആരതിക്കും വിഷ്ണുവിനും എല്ലാവിധ മംഗളാശംസകളും. നമുക്ക് കേരളത്തിൻ്റെ റോഡുകളുടെ അവസ്ഥ അറിയാം. ഹൈവേ അല്ലാതെ ഉള്ള റോഡുകളുടെയൊക്കെ അവസ്ഥ അത്ര നല്ലതല്ല. അപ്പോൾ ഇതിൻ്റെ സസ്പെൻഷൻ ശരിക്കും വളരെ മികച്ചതാണ്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ്. നമ്മളിനി ഈ ഒരു പാടത്തൂടെ ഒരു ഡ്രൈവ് ഒന്ന് ചെയ്ത് നോക്കുകയാണ്. പ്രത്യേകിച്ചും ഈ വാഹനത്തിൻ്റെ സസ്പെൻഷനും അതിൻ്റെ ആ ഒരു എഫക്റ്റും ഒക്കെ നോക്കാനായിട്ടാണ്. മാക്ഫേഴ്സൺ സ്ട്രട്ടാണ് ഫ്രണ്ടിൽ, റെയറിൽ ട്വിസ്റ്റ് ബീമുമാണ്. ആ സസ്പെൻഷൻ അതിൻ്റെ പണി ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ മോശം വഴിയെ പോകുമ്പം നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് 4 വീൽസിലും ഇതിൻ്റെ വെൻറ്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് ആണ്. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയും വളരെ മികച്ചതാണ്. പിന്നെ സ്റ്റിയറിംഗ് കോളം നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് ടൈപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക്കലി കൺട്രോൾഡ് പവർ സ്റ്റിയറിംഗ് ആണ്. അപ്പം സ്പീഡ് കൂടുന്നതനുസരിച്ച് അതിൽ ഒരു ഗ്രിപ്പ് കൂടും. ഒരു മഷി ഡ്രൈവ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇനി തിരിച്ച് ഹൈവേ എടുത്ത് നേരെ മടക്കം പിറവത്തേക്ക് പോകുന്ന റൂട്ട് ആദ്യം ഉദ്ദേശിച്ചിരുന്നത് മണ്ണുത്തി വഴി പോകാനാണ്. പക്ഷേ ദൂരം കൂടുതലാകും എന്ന് കരുതി NH-17 എടുത്ത് കൊടുങ്ങല്ലൂർ വഴി പോകാം എന്നൊരു തീരുമാനമെടുത്തെങ്കിലും കുറച്ച് ദൂരം പോയപ്പോഴാണ് ആ ഒരു റൂട്ട് പ്രത്യേകിച്ചൊന്നും കാണാനില്ല, ബോറിംഗ് ആണ് എന്ന് കരുതിയതുകൊണ്ട് നമ്മൾ തിരുനാവായ വഴി ഡീവിയേറ്റ് ചെയ്താണ് വരുന്നത്. അപ്പോൾ തിരുനാവായ വഴി വരുമ്പോൾ കുറച്ച് മനോഹരമായ കാഴ്ചകളുണ്ട്. അത് കണ്ട് മടങ്ങാം എന്ന് കരുതുന്നു. നമ്മൾ ഈ ഹൈറൈഡർ ഈ 3 ദിവസം കൊണ്ട് ഓടിയത് 684 കിലോമീറ്റേഴ്സാണ്. അതിന് വേണ്ടി വന്ന ഫ്യൂവൽ 3500 രൂപയുടെ പെട്രോൾ മാത്രമാണ്. അപ്പോൾ ഇതിന് നല്ലൊരു മൈലേജാണ്. ഇപ്പം നമ്മൾ ഇതിൽ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ആവറേജ് കാണിക്കുന്നത് 50 കിലോമീറ്റേഴ്സാണ്. അതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു കാര്യമല്ല. എന്നിരുന്നാലും അബൌട്ട് 25 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ ഓവറോൾ ഇതിന് ഒരു ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ടായിരുന്നു. ടൊയോട്ട ഹൈറൈഡർ 2 എൻജിൻ ഓപ്ഷൻസിലാണ് അവൈലബിൾ. എൻജിൻ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പ്യുവർ പെട്രോൾ എൻജിനാണ്. അതിന് നിയോ ഡ്രൈവ് എന്നാണ് ടൊയോട്ട നെയിം ചെയ്തിരിക്കുന്നത്. അതിന് ഏകദേശം 13 lakhs പ്ലസ് ആണ് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമ്മൾ ഈ ഇപ്പം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ടോപ്പ് ഓഫ് ദ റേഞ്ച് വെഹിക്കിളാണ്. അതിന് കൊച്ചിയിലെ വില ഏകദേശം 24,50,000 ആണ്. ഇതൊരു പ്യുവർ ഹൈബ്രിഡ് വാഹനമാണ്. ഇതിൻ്റെ നിയോ ഡ്രൈവ് വേർഷനിൽ ഒരു 4x4 ഓപ്ഷനും കൂടെ അവൈലബിൾ ആണ്. നിയോ ഡ്രൈവിന് മാത്രം മാനുവലും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസിലും വാഹനം അവൈലബിൾ ആണ്. നേരെ മറിച്ച് ഹൈബ്രിഡിന് ഓട്ടോമാറ്റിക് മാത്രമാണ് അവൈലബിൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വാഹനത്തെ പറ്റിയുള്ള അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് റൈഡുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.